ഈ 7ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് ഒരു സംശയത്തോടു കൂടിയിട്ടാണ്. ആരുടെ സംശയമാണ്? ഭാഗവത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഗംഗാതീരത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ നോക്കൂ, കാപ്പി വന്നിട്ടില്ല, ഗംഗാതീരത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ ഗംഗാതീരത്ത് ആരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? പരീക്ഷത്ത് എങ്ങനെയാണ് ഭാഗവത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? വളരെ ശ്രദ്ധയോടെ, ഭക്തിയോടെ. അദ്ദേഹം ദേഹധർമ്മങ്ങളെ വരെ ഉപേക്ഷിച്ച ആളാണ്, അല്ലേ? രാവിലെ അപ്പവും കൊള്ളിയും വേണ്ട, ഉച്ചയ്ക്ക് ഊണ് വേണ്ട, പായസം വേണ്ട, ഇടനേരം പഴംപൊരി, കാപ്പി, ചായ തുടങ്ങിയിട്ടുള്ളത് വേണ്ട, രാത്രി അത്താഴവും വേണ്ട, പരമസുഖം. പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. ഹരിയുടെ കഥയുടെ ഹരികഥാമൃതാണ് പരീക്ഷത്ത് ശ്രീശുകനിൽ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയില്ല. ദേഹഗേഹ ആത്മബുദ്ധിയൊക്കെ വിട്ടു. ഭഗവത് കഥകളിലേ അദ്ദേഹം അഭയം പ്രാപിച്ചു. ഇതൊക്കെ നിരന്തരമായ ശ്രവണാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു സപ്താഹത്തിനോ 1000 സപ്താഹത്തിനോ ഒക്കെ ചെന്നിരുന്നാൽ ഈ അവസ്ഥയെ പ്രാപിക്കാം എന്നൊന്നും നമ്മൾ കണക്കാക്കണ്ട. അത് ഭഗവത് കൃപയുണ്ടെങ്കിൽ നടക്കും. നല്ലവണ്ണം കേൾക്കുന്ന കാര്യത്തിൽ നാം നമ്മെ തന്നെ ഭഗവാന് സമർപ്പിച്ച് കേട്ടാൽ എൻ്റെന്ന് തോന്നുന്ന ദേഹം പോലും നമ്മളെ അസ്വസ്ഥമാക്കില്ല. കാരണം ദേഹത്തിൻ്റെ സഹകരണം അവിടെ കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ശ്രദ്ധയുടെ സഹകരണം വേണം, നമ്മളുടെ ശരീരത്തിൻ്റെ സഹകരണം വേണം. ശരീരം ഇതിനനുകൂലമായിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിങ്ങനെ നോക്കും, നിങ്ങളുടെയൊക്കെ ബോഡി ലാംഗ്വേജ് എന്താണ്, ശരീരഭാഷ. ചിലർ ഭാഷ കണ്ട നിർത്തിക്കോളൂ എന്ന് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ ദേഹം കൊണ്ട്, ആക്ഷൻ കൊണ്ട് നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ വളരെ നന്നായിട്ടിരിക്കണം എന്നർത്ഥം. ചിലരൊക്കെ ഇങ്ങനെ ഒരു ഇരിപ്പ് മുമ്പിൽ അങ്ങോട്ട് വന്നിരുന്നാൽ പിന്നെ വല്ലതും പറയാൻ തോന്നുന്നു. അപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി ആദ്യമായിട്ട് കേൾക്കുന്ന ഭാവത്തിലിരിക്കണം എന്നാണ്. ഒരുപക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മളുടെ ഭാവം എന്തായിരിക്കണം? ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുക. പിന്നെ അതിനെ നമ്മൾ ശക്തിയാക്കാൻ വേണ്ടിയിട്ടാണ് തുടർന്നുള്ള ശ്രവണങ്ങളൊക്കെ ഉപയോഗപ്പെടുകയുള്ളൂ. അപ്പൊ ആ ആദ്യത്തെ മനസ്സ്, ആദ്യത്തെ ശ്രദ്ധ നമുക്ക് ഇവിടെ ഓരോ ശ്രവണത്തിലും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഭഗവത് കഥകളെ അങ്ങനെ ഇതാണ്. അപ്പൊ പരീക്ഷിത്ത് ഇവിടെ 6ാമത്തെ സ്കന്ധത്തിലെ കഥകളൊക്കെ കേട്ടു. 6ാമത്തെ സ്കന്ധത്തിൽ ഏതൊക്കെ കഥയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്? നിങ്ങൾ പറയും. ആവശ്യമില്ലാത്തൊന്നും ചോദിക്കരുത് തിരുമേനി. അതാണോ? 6ാമത്തെ സ്കന്ധത്തിൽ 4 കഥകൾ പറയും. 1ാമത്തെ കഥ, ഇവിടെ എല്ലാ ദിവസവും കഥ പറയുന്നുണ്ട്. സത്രത്തിൻ്റെ ആചാര്യൻ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഹൈലൈറ്റ്സ് എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞതിനെയൊക്കെ ചുരുക്കി പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും ഓർമ്മ വരണില്ലെങ്കിൽ കയ്യിൽ ചൂരല്. 6ാമത്തെ സ്കന്ധത്തിലെ ഏത് കഥയാണ്? ആദ്യം അജാമിളന്റെ നാമവൈഭവം, അത് നമ്മൾ ഇന്നലെ കേട്ടു. തുടർന്ന് ഇന്ന് രാവിലെ കേട്ട കഥ, അല്ലേ? ദൈവാധീനം കൊണ്ട് കേട്ടു, ഈശ്വരാധീനം കൊണ്ട് മറന്നു. ഏതൊക്കെയാണ്? വൃത്രാസുര ചരിതം, വൃത്രാസുരന്റെ പൂർവജന്മകഥയായ ചിത്രകേതു ഉപാഖ്യാനം, അതിനുശേഷം മരുതുൽപ്പത്തി. ഇങ്ങനെ 4 പ്രകരണങ്ങളാണ്, 4 കഥാഭാഗങ്ങളാണ് 19 അധ്യായങ്ങളിൽ കൂടെ പരീക്ഷത്തിന് ശ്രീശുകൻ പറഞ്ഞു കൊടുത്തത്. ഈ കഥയൊക്കെ കേട്ട പോലെ നന്നായി, സന്തോഷമായി കേൾക്കാൻ സാധിച്ചു. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, കേട്ട് കഴിഞ്ഞാൽ സന്തോഷമായിട്ടോ, ഇനിയിപ്പോൾ ഇതെന്നാ കേൾക്കാൻ പറ്റുമോ, പോവുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ്
നിർത്തിയതിലെ സന്തോഷം ഞാൻ ഇന്നലെ കണ്ടതാ. സമയം ഇങ്ങനെ മുമ്പ് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, സ്വാമി വാച്ച് നോക്കണ്ടേ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇങ്ങനെയൊക്കെ കാട്ടിക്കണ കണ്ടു. പക്ഷെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ടേ നിർത്തിയുള്ളൂ. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ കേട്ടതിനെ അതേപോലെ വിഴുങ്ങി അടുത്ത കഥയ്ക്ക് തയ്യാറാവുകയോ പോവുകയോ ഒന്നുമല്ല ചെയ്തത്. ഒരു കഥ കേൾക്കുമ്പോൾ തനിക്ക് അതിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങളുണ്ട്. വക്താവ് ഉദ്ദേശിക്കുന്നത് മുഴുവൻ അതുപോലെ ചിലപ്പോൾ ശ്രോതാവിന് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ശ്രോതാവ് എന്ത് ചെയ്യണം? വക്താവിനോട് ആ കഥയെ സംബന്ധിച്ച് തനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാലേ അതുവരെ കേട്ടത് ഉള്ളിൽ കിടക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് സംശയരൂപത്തിൽ അവിടെ കിടക്കും. പിന്നീട് അത് ഇല്ലാതായി പോകും, ഉറപ്പിച്ചു പോകണം. ഇവിടെ പരീക്ഷത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. വൃത്രാസുര ചരിതം പരീക്ഷത്ത് കേട്ടപ്പോൾ ഒരു സംശയം അവതരിപ്പിച്ചും കൊണ്ടാണ് ഈ 7ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത്. ഈ സ്കന്ധത്തിന്റെ പുരാണ ലക്ഷണം ഊതി എന്നാണ്. എന്താണ് എന്ന് പറയും? ഊതരുത്. എന്താണ്? ഊതി എന്നാണ്. ഊതി എന്ന് പറഞ്ഞാൽ വാസനകൾ. എന്താണ് വാസന എന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കാം, പറയാം. ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ബേസിക് ആയിട്ട്. എന്താണ്? പറയൂ. ഊതി. സദ്വാസന, നല്ല വാസന, ചീത്ത വാസന. നമ്മളിലൊക്കെയുള്ള ഒന്നാണ് വാസന. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ ഇനി നിർണയം ചെയ്യുക. ഈ കഥ കേട്ടതിന് ശേഷം നമ്മൾ ചിന്തിക്കുക, എന്നിൽ എന്തൊക്കെ വാസന വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വാസനയെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും, നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ പറയണെന്നൊക്കെ പറയും. അപ്പൊ അത് പൂർണ്ണാവില്ല. അവനവന്റെ ഓരോ സന്ദർഭത്തിലും ഓരോ പ്രവൃത്തി, വാക്ക്, ഇടപെടലുകൾ ഒക്കെ വരുമ്പോൾ എന്തൊക്കെ വാസനകളാണ് അവിടെ വരുന്നത്. അപ്പൊ നല്ല വാസനകളുമുണ്ട്, ചീത്ത വാസനകളുണ്ട്. നല്ല വാസനകളെ കൊണ്ട് അവനവനിലുള്ള ചീത്ത വാസനകളെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ അതെങ്ങനെ ചെയ്യണം? എങ്ങനെ സദ്വാസനകളെ പ്രബലമാക്കാം എന്നുള്ളതാണ് ഈ സ്കന്ധം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ ഇരിക്കുന്ന കഥ പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം എന്ന് പറയുമ്പോൾ തന്നെ ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ പ്രഹ്ലാദനും ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപു ദുഷിച്ച വാസനയുടെ അല്ലെങ്കിൽ ചീത്ത വാസനയുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ പ്രതിനിധിയാണ്. അപ്പൊ പ്രഹ്ലാദനോ? ഉറക്കെ പറയും. തൂങ്ങണോ? ഉറക്കെ പറയും. നല്ല വാസനയുടെ പ്രതീകമാണ്. എന്നാൽ ഒരച്ഛനും മകനുമാണ്. അച്ഛൻ ചീത്ത വാസനയുടെ പ്രതിനിധിയും മകൻ നല്ല വാസനയുടെ പ്രതിനിധി. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കഥാപാത്രങ്ങളാണെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അത് തന്നെയാണ് പരീക്ഷത്തും ഇവിടെ ചോദിച്ചത് എന്നാണ്. ഈ മഹാവിഷ്ണു ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയുള്ളവനാണ്. കാരണം ഇതൊക്കെ ഭഗവാൻ തന്നെയാണ്. നമ്മൾ കഥയൊക്കെ പറയുമ്പോൾ, ഇപ്പൊ ഭാഗവതമൊക്കെ പറയുമ്പോൾ, സൃഷ്ടിയാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാ ആചാര്യന്മാരും പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ സത്യത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. ഈ സൃഷ്ടാവ്, സൃഷ്ടി എന്നുള്ളതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ ഉൽപാദനങ്ങളാണ്. ഭാഗവതത്തിലും ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഭഗവാൻ ഈ ലോകമായിട്ട് പരിണമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഭഗവാൻ തന്നെ എന്ന് പറയാൻ കാരണം. ഭഗവാൻ ഈ ലോകമായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാന്റെ പരിണാമമാണ് ഈ ലോകം. വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യത്തെ നാമം എന്താ? വിശ്വം വിഷ്ണു എന്നാണ്. ഭഗവാനാണ് ഈ ലോകം. അതുകൊണ്ട് ഈ ലോകത്തെ ഭഗവാനായി കാണാനുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ
നമ്മൾ വിജയിച്ചു. കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം ചേതസ്സിലോർത്തും സമദൃഷ്ടിയാർന്നും തീരേണമേ കൃഷ്ണ. മതീയ ജന്മം, എൻ്റെ ജന്മം അങ്ങനെ അങ്ങോട്ട് തീരണം. എങ്ങനെ തീരണം? എന്ത് കണ്ടാലും ഭഗവാൻ. ഇവിടെ കുന്തിസ്തുതി ഒക്കെ പറഞ്ഞ സമയത്ത് പ്രഭാഷകൻ അത് പൂർത്തീകരിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും കൃഷ്ണനായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇപ്പൊ പോയി. അപ്പൊ ഈ പറഞ്ഞത് തന്നെ നമ്മളിവിടെ കേട്ടതിനെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. അതാണ് വേദിയുടെ ധർമ്മം. കേട്ട് പൂവലല്ല, കേട്ട് കൊള്ളലാണ് നമ്മുടെ ഉള്ളിലേക്കത്. അപ്പൊ എന്ത് കണ്ടാലും അത് ഭഗവാനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ മൈൻഡ് സെറ്റ്, ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. എന്ത് കണ്ടാലും അത് ഭഗവാൻ, എന്ത് കണ്ടാലും ഭഗവാൻ. അപ്പൊ കുറെ കഴിയുമ്പോൾ ഭഗവാൻ മാത്രവും കാണലില്ലാണ്ടാവും, എല്ലാം ഭഗവന്മയമാവും. അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഈ പുനർശ്രവണം, പുനർവായന, പുനർസത്രങ്ങൾ, എല്ലാ സൽക്കർമ്മങ്ങളും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ കുറച്ചൊക്കെ നമ്മൾ കാലാകാലമായിട്ട് ഉള്ളിൽ വെച്ചതൊക്കെ എടുത്ത് മാറ്റണം. ഏതുപോലെ പണ്ടുള്ളവർക്കുള്ളൊരു സ്വഭാവമുണ്ട്. നമ്മളൊക്കെ പഴയ മോഡലുകളാണ്. അപ്പൊ പിന്നെ പറയാലോ, മോഡലൊന്നും ചോദിക്കണില്ല. ഇനിയിപ്പോൾ അതൊക്കെ കയറി ചോദിക്കോ എന്നൊക്കെ. ഈ പണ്ടുള്ളവർക്കുള്ളൊരു സ്വഭാവം എന്താ? പണം ഉണ്ടാക്കുക, സൂക്ഷിച്ചു വയ്ക്കുക. ഉണ്ടാക്കുക, സൂക്ഷിക്കുക, ഉണ്ടാക്കുക, സൂക്ഷിക്കുക. ഉണ്ടാക്കുമ്പോൾ കഷ്ടപ്പെട്ട്, സൂക്ഷിക്കൽ അതിലേറെ കഷ്ടപ്പാട്. ഇതൊക്കെ എടുത്തു വെക്കണ കണ്ടാൽ തോന്നി ഇതൊക്കെ കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് പോകുന്നു. എന്നാൽ ലോകത്തിൽ ഒരാളും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ സത്യത്തെ ഒന്നും നമ്മൾ അംഗീകരിക്കാതെ ഉണ്ടാക്കലാണ്. എന്നിട്ട് പറയണത് എന്താ? എല്ലുമുറിയെ ബാക്കിയുള്ള പറയും, എല്ലുമുറിയെ പണി ചെയ്താൽ എല്ലും മുറിയും പല്ലും മുറിയും തിന്നുന്നവരൊക്കെ ബാക്കിയുള്ളവരാവും. ഇതല്ലേ പലരുടെ അവസ്ഥ. അവനവനെ ആർജിക്കുമ്പോൾ അവനവന് വേണ്ടതായിട്ട് കുറച്ചുള്ള അവനവൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യണ്ടേ? വീട്ടിൽ AC ഉണ്ട്, ഇടില്ല. ബില്ല് കൂടിയാലോ, ഞാൻ വശർത്ത് കിടന്നോളാം, നീരിളക്കം വന്നോളാം, കഴുത്തുവേദനയായിട്ട് കിടന്നോളാം, നിലത്ത് കിടന്നോളാം. ഉപയോഗിച്ചൂടെ? ഫാൻ എങ്ങനെ എപ്പോഴിട്ടാ ചാർജ് കൂടില്ലേ? പിന്നെ എന്തിനാ വൈദ്യുതി വീട്ടിലേക്ക് കണക്ഷൻ എടുത്തേക്കണത്? ആവശ്യത്തിന് ഉപയോഗിക്കൂ. അനാവശ്യങ്ങളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമുള്ള അവനവന്റെ ആവശ്യങ്ങൾ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ സേവ് ചെയ്യണത്? നമുക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്. സത്യത്തിൽ അവരുടെ കാര്യത്തിന് കണ്ടെത്തേണ്ടതായ പ്രവൃത്തി ചെയ്യാനുള്ള ഊർജത്തെ നമ്മൾ സമ്പാദിച്ചെടുത്ത് വെച്ച് നശിപ്പിക്കുക. ശരിയല്ലേ? എന്നിട്ട് അവരുടെ കൈകൊണ്ട് തന്നെ തല്ല് കിട്ടുമ്പോൾ അവസാനം മനസ്സിലാവും, അപ്പൊ എന്തിനതിന് പുറപ്പെടുന്നത്? നിനക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം തരാം, നിനക്ക് നല്ല ജീവിത സാഹചര്യം ഒരുക്കി തരാം, നീ നിനക്ക് വേണ്ടി സമ്പാദിക്കുക. അപ്പോഴാണ് അവൻ്റെ സമ്പാദിക്കാനുള്ള കഴിവിനെ ഉണർത്തുള്ളൂ. ഇതൊന്നും ചെയ്യാതെ എത്രയോ കഥകളല്ല, നടക്കുന്ന സംഭവങ്ങൾ. ഈ അമിതമായ സ്നേഹം കൊണ്ട്, അറ്റാച്ച്മെന്റ് കൊണ്ട്, സ്വന്തം അവരവരുടെ രക്തത്തിൽ പിറന്നവരുടെ കഴിവിനെ പോലും ഉണർത്താൻ ശ്രമിക്കാതെ സങ്കുചിതമായി ജീവിച്ച് സ്വജീവിതം വ്യർത്ഥമാക്കുന്നവരാണ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഇഷ്ടങ്ങളൊന്നും അടങ്ങിയാലോ അപ്പോൾ ഭഗവാൻ തെളിയും. അല്ലെങ്കിൽ ഈ പണം സമ്പാദിച്ചെടുത്ത് വെച്ച് ഇങ്ങനെ തൊഴുത് നിന്ന അവലാതി പറയൽ മാത്രമായി തീരും. അവലാതി പറയൽ മാത്രമായി തീരും നമ്മുടെയൊക്കെ ജന്മങ്ങൾ. അങ്ങനെയുള്ള ജന്മങ്ങളെ ധാരാളം കാണണു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതിനൊന്നും തിരിയാതെ ഈ ശാസ്ത്രം നമ്മുടെ മുമ്പിലേക്ക് വച്ചു തരുന്ന അതിസുന്ദരമായ ആശയമുണ്ട്. അത് ഉൾക്കൊണ്ട്
നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ പരാശ്രയം കൂടാതെ സ്വന്തം നിലയ്ക്ക് കണ്ടുപിടിച്ച് ആനന്ദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സർവശക്തനായ ഈശ്വരന്റെ ശക്തി നമ്മുടെ ഉള്ളിലിരിക്കെ നാം എന്തിനാണ് അതിനെ ഉപേക്ഷിച്ച് വേറൊന്നിന്റെ പുറകെ പോണേന്ന്? എത്രയേ ഉള്ളൂ ചോദ്യം. പ്രഹ്ലാദൻ തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എല്ലാം എതിർത്ത് നിന്നപ്പോഴും അദ്ദേഹം തളരാതിരുന്നത്. നമ്മൾ പ്രഹ്ലാദന്റെ കഥയൊക്കെ കേൾക്കും, എന്നിട്ട് പറയും ഗംഭീരമായിട്ട് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, തിരുമേനി ഒരു 100 കൊല്ലം കൂടെയും ജീവിക്കൂ. ഈശ്വര, അപ്പൊ തന്നെ കുറച്ചായി, ഇനി 100 കൂടെയും തന്നാലോ. അനുഗ്രഹിക്കണവർക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, അങ്ങനെ കൈവന്നിക്കൽ മാത്രമല്ലേ ചിലവുള്ളൂ. അതല്ല, നമുക്ക് കേട്ടതിൻ്റെ സന്തോഷം, ഉള്ളില് എന്തോ ഉണർത്തി തന്നതിൻ്റെ ആ കൃതാർത്ഥത പ്രകടിപ്പിക്കാം എന്നല്ലാതെ എന്തുകൊണ്ട് നമുക്ക് അതിനപ്പുറത്തേക്ക് പോയിക്കൂടാ? അത് ചെയ്യണം. അതാണ് ഈ കഥാപാത്രം. ഭാഗവതത്തിൽ ഉജ്ജ്വലമായൊരു കഥാപാത്രമാണ് പ്രഹ്ലാദൻ. ഇത്രയും ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു കുഞ്ഞ് വേറെയില്ല. ധ്രുവനൊക്കെ കുറച്ചേ വേണ്ടി വന്നുള്ളൂ. പ്രഹ്ലാദൻ അങ്ങനെയല്ല. അവിടെ ചീത്ത പറഞ്ഞപ്പോഴേക്കും കാട്ടിലേക്ക് ഓടാൻ പറ്റി, അമ്മ സഹായിച്ചു. ഇവിടെ അങ്ങനെയല്ല സംഭവം. പ്രഹ്ലാദന്റെ കഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് ഈ കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നല്ലവണ്ണം ഇത് കഴിഞ്ഞാലാണ് ചിന്തിക്കേണ്ടത്. പ്രഹ്ലാദന് ഈ അറിവ് എവിടെ കിട്ടി? പ്രഹ്ലാദൻ ഏതെങ്കിലും കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? പ്രഹ്ലാദന് ആരുടെയെങ്കിലും ഒരു അനുകൂലമായ നിലപാട് തൻ്റെ ഭക്തിയെ വളർത്തുവാൻ ഉണ്ടായിട്ടുണ്ടോ? കുടുംബത്തിലുള്ളവര് പോലും അതിനെ നശിപ്പിക്കാനാണ് ശ്രമിച്ചേക്കുന്നത്, വളർത്താനല്ല. എന്നിട്ട് പോലും തളരാതെ, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ സ്വയം ഉള്ളിൽ. പ്രഹ്ലാദൻ ഏതെങ്കിലും സപ്താഹത്തിന് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. മൗനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല. പ്രഹ്ലാദൻ വനമാലീയം സത്രത്തിന് പോയിട്ടുണ്ടോ? പ്രഹ്ലാദൻ ഏതെങ്കിലും ക്ഷേത്രത്തില്, മഹാക്ഷേത്രങ്ങളില്, തീർത്ഥാടനത്തില് പോയിട്ടുണ്ടോ? ഇല്ല. എവിടെയും പോകാതെ അവനവൻ എവിടെയാണോ അവിടെ ഇരുന്നും കൊണ്ട് സദാ ഭഗവാനെ ഉള്ളുകൊണ്ട് ഭജിച്ച് 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 താൻ പറയപ്പെടുന്ന സ്ഥാനത്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ അക്ഷികൾക്ക് കാണാൻ പാകത്തിലാക്കി കൊണ്ടുവന്നു. ഇല്ലേ? അതാണ് നമുക്കൊക്കെ ഉള്ളിൽ തട്ടി കയറേണ്ടത്. അതില്ല ഇതില്ല എന്നും പറഞ്ഞ് പരാതി പറയലല്ല. അവര് പോയില്ലോ, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതല്ല, അവര് പോയില്ലോ, അതാണ് കൂടുതൽ വിഷമം. ഓരോന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കൊക്കെ. അല്ല, മനുഷ്യരല്ലേ. രജോ ഗുണവും തമോ ഗുണവും ഇത്തിരി വർദ്ധിക്കും. സത്വഗുണം ഇപ്പം ഈ കേൾക്കണ സമയത്ത് മാത്രമേ ഉള്ളൂ. അത് ബലൂൺ പോലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പ് തപ്പിയാൽ ആ ഗുണം പോയിക്കോളും. അവിടെ പോയി ഇരുന്നോളൂ, കേട്ടോളൂ, പുറത്ത് വരുമ്പോൾ ഞാൻ പിടിച്ചോളാം എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ കഥകൾ ഏതോ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല, ഏതോ കാലഘട്ടത്തിന്റെ പ്രതിനിധികളല്ല. അവ നമ്മെ നല്ലവണ്ണം പ്രചോദനം ചെയ്യണം. ഭാഗവതത്തിലെ കഥകളൊക്കെ നല്ല പ്രചോദനാത്മകമായ കഥകളാണ്. നമ്മൾ പറയില്ല, ചിലവരുടെ ഭാഷണങ്ങൾ കേട്ടാൽ നമ്മൾ വളരെ ഇൻസ്പയർഡ് ആവും. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഇൻസ്പയറിങ് ടോക്സ് ഉണ്ട്, യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആശയങ്ങളൊന്ന് കേട്ടാൽ തന്നെ ഒരു ഉത്സാഹം. മനുഷ്യരാണ്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്ന പോലെ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടന്നു എന്ന് വരില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തരുന്ന ഉജ്ജ്വലമായൊരു കഥാപാത്രമാണ്
പ്രഹ്ലാദൻ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഭാഗവതത്തിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രഹ്ലാദൻ. നിങ്ങൾ എന്ത് പറയും? ഇപ്പൊ എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതല്ലേ. അങ്ങനെ പറയാൻ സാധിക്കണം. ചിലവർ പറയും എനിക്ക് വൃന്ദാവനത്തിലെ ഗോപികളാണ് മതി, എനിക്ക് ഏറെ ഇഷ്ടം ഭാഗവതത്തിലെ സുധാമാവാണ്. ഇങ്ങനെ പലർക്കും പലതായിരിക്കാം. ചിലർക്ക് കാളിയനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാളിയനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ കൃഷ്ണനെ വലിഞ്ഞങ്ങോട്ട് കെട്ടിയില്ലേ, കുറെ ചവിട്ടും ഇതൊക്കെ കിട്ടിയെങ്കിൽ എന്താ, ഭഗവാന്റെ കാലടിപ്പാടുകൾ കിട്ടിയില്ലേ. ശരിയാണ്, നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള കഥാപാത്രമാണ് എന്ന് തോന്നുമെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കൊക്കെ ഭഗവാൻ പരോക്ഷമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പറഞ്ഞും കൊണ്ടാണ് ഭാഗവതത്തിൽ ഈ സ്കന്ധത്തിൽ ആരംഭിക്കുന്നത്. ശിശുപാലൻ എന്നൊരു കഥാപാത്രം ഭഗവാനെ രാജസൂയ വേദിയിൽ വെച്ച് വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് നിന്ദിച്ചപ്പോൾ അവന് ഭഗവാൻ പ്രത്യക്ഷ മുക്തിയാ കൊടുത്തത്. അതുകൊണ്ട് ആശ്ചര്യപ്പെട്ടു പോയി ധർമ്മോത്തരർ. ധർമ്മോത്തരരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥ പിന്നീട് പറയണത്. അപ്പോൾ പ്രഹ്ലാദൻ എപ്പോഴും നമുക്കൊരു പ്രചോദനമാണ്. ഭഗവാൻ വിഭൂതിയെക്കുറിച്ച് പറയുമ്പോൾ അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാകുന്നു എന്നാ പറയുന്നത്. എന്താണ്? അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ് എന്നാണ്. ഭഗവാനും പ്രഹ്ലാദനും വ്യത്യാസമില്ല എന്നർത്ഥം. അസുരന്മാരുടെ ചരിത്രം എടുക്കുമ്പോൾ ആ പ്രഹ്ലാദൻ ഞാൻ തന്നെയാണ്. ദേവർഷികളിൽ ഞാൻ നാരദനാണ്. പർവ്വതങ്ങളിൽ ഞാൻ ഹിമവാനാണ്. ആനകളിൽ ഞാൻ ഐരാവതമാണ്. ഇങ്ങനെ ഓരോരോ മഹത്വരമായിട്ട് പറയുമ്പോൾ പ്രഹ്ലാദൻ ഞാൻ തന്നെ എന്നാ ഭഗവാൻ പറയണം. അപ്പൊ പ്രഹ്ലാദനിലെ ആ ഭക്തിയാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്ത് നമുക്കൊരു പ്രചോദനമായിട്ടുണ്ടാകേണ്ടത്. ഒന്ന്, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ പഠിച്ച ഒരാളാണ്. ഇങ്ങനെ നേരിടണം. പ്രതിസന്ധികളില്ലാത്തൊരു ജീവിതം ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തു കാണിക്കട്ടെ. ഒരു പ്രതിസന്ധിയില്ല, ഒക്കെ സ്മൂത്തായിട്ട് പോയി എന്ന് പറയപ്പെടുന്ന വല്ലവരും ഉണ്ടെങ്കിൽ കൈപൊന്തിക്കാം. എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാ, വേറെ ഒന്നുമല്ല. ഉണ്ടോ? ഇല്ല. കാരണം പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തെ നല്ല മനോഹരമാക്കുന്നത്. എതിർപ്പുകളാണ് നമ്മളെ നല്ലവണ്ണം ജീവിതത്തെ സുന്ദരമാക്കുന്നത്. കാരണം എന്താ? അങ്ങനെയുള്ള ഘട്ടങ്ങൾ വന്നപ്പോഴാണ് എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ള ചിന്ത വന്നതും പരിശ്രമിച്ചതും ആ പരിശ്രമത്തിൽ ചിന്ത ചെയ്ത് വിജയിച്ചതൊക്കെ അവയാണ്. അതുകൊണ്ട് അവയൊക്കെ അനുഗ്രഹങ്ങളായിട്ട് കരുതണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതം നമുക്ക് തന്ന വ്യാസൻ തുടക്കത്തിലെ കുന്തിദേവി അവതരിപ്പിച്ചും കൊണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങൾ തരൂ കൃഷ്ണ. അതിൻ്റെ അർത്ഥം നമ്മൾ പോയി ഭഗവാന്റെ മുമ്പിൽ ദുഃഖം വേണേന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മഫലത്തിൻ്റെ കാര്യമായി കടന്നു വരുന്ന, നാം ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലമായി വരുന്ന ജീവിത പ്രശ്നങ്ങളെ നമ്മൾ തന്നെ ഫേസ് ചെയ്യണം, നമ്മൾ തന്നെ അതിനെ നോക്കിക്കാണണം, സ്വീകരിക്കണം എന്നാണ്. അല്ലാണ്ട് അവിടെയൊക്കെ ഭീരുവിനെ പോലെ ഒളിച്ചോടുകയല്ല വേണ്ടത്. അപ്പൊ ഇവിടെ ചോദ്യം, ഒന്ന് കൈയടിക്കുക നല്ലോണം. കാക്ക വരാനൊന്നുമല്ല കേട്ടോ. കാര്യം മനസ്സിലായില്ലോ. ഞാനത് പറയണ്ട, ആരും അറിയണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ തന്നെ അത് പബ്ലിഷ് ആക്കി. അപ്പോ ഇവിടെ പരീക്ഷത്ത് ചോദിക്കുകയാണ്, ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ ആയിട്ടാണ്, എല്ലാവരും ഒരുപോലെയാണ് പെരുമാറേണ്ടത്. സമപ്രിയനാണ്, സമപ്രിയ സുഹൃത് ബ്രഹ്മൻ.
ഭൂതാനാം ഭഗവാൻ സ്വയം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ദേവേന്ദ്രന്റെ കാര്യ സാധ്യത്തിന് വേണ്ടി അസുരന്മാരെ നിഗ്രഹം ചെയ്തത് ഭഗവാന്റെ സമഭാവനയ്ക്ക് എങ്ങനെ നിരക്കും എന്നാ ചോദ്യം. നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ചോദ്യമില്ല. കേൾക്കുക, പോവുക, കഴിക്കുക, കുടിക്കുക, അത്രയ്ക്കല്ലേ ഉള്ളൂ. പരീക്ഷത്ത് അങ്ങനെയല്ല. അതാണ് ഈ മറ്റുള്ളതൊന്നും കഴിക്കാതെ കേട്ടാനുള്ള ഗുണേ. നമ്മൾ ഈ കഴിക്കണ മുമ്പ് അതിന് ഉപ്പ്, അതിൻ്റെ എരിവ് അത്ര വേണ്ടിയിരുന്നില്ല എന്നുള്ള ആ തലങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിപ്പോവും. ഇവിടെ അങ്ങനെയല്ല. അതിനെയൊക്കെ ഉപേക്ഷിച്ചു. പരീക്ഷത്തിനൊരു കാര്യം ഉറപ്പുള്ളത് എന്താന്ന് ചെയ്യാൽ, 7ാമത്തെ സാധനം ഇത് നിശ്ചലാവുള്ളൂ. അതുവരെ ഈ വണ്ടി ഓടും. അതിനുള്ള പെട്രോൾ ഉണ്ട് ഇതിൽ, ഫുൾ ടാങ്കാണ്. അപ്പോൾ ഓടുന്നറിയാം. 7 ദിവസം യാതൊരു കുഴപ്പമില്ലാതെ ഓടുന്നൊരു വണ്ടിയാണ് തൻ്റെ ഈ ശരീരം, രഥമാണ് എന്നാണ്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകമായിട്ട് കഴിക്കുകയോ കുടിപ്പിക്കുകയോ ലാളിപ്പിക്കുകയോ ഒന്നും വേണ്ട എന്നുള്ള പൂർണ്ണ ബോധമുണ്ട്. ഇനി എന്ത് ചെയ്താലും 2 ബോധമുണ്ട് കേട്ടോ. ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ ഇത് നിലനിൽക്കും. എന്തൊക്കെ കഴിച്ചാലും 7ാം ദിവസം ഇത് നിശ്ചലമാകും. ഈ ഒരു ബോധം ഉണ്ടാവണം. നല്ലതാ. എല്ലാ ദിവസവും കണ്ണാടി നോക്കുമ്പോഴോ പല്ല് തേക്കുമ്പോഴോ കുളിക്കുമ്പോഴോ നല്ലോണം തേക്കുമ്പോൾ ഓർക്കുക, വലിയതൊന്നും ഇട്ടിട്ട് കാര്യമില്ല, എന്നാലും ഗുണുണ്ട്. എന്താ ഗുണം? ഇതിനോടുള്ള മമത്വം നമുക്ക് പതുക്കെ 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 കുറച്ചു കൊണ്ടുവരാം. പെട്ടെന്ന് പറ്റില്ല. പരീക്ഷത്തിനെ പോലെ പെട്ടെന്ന് ദേഹവൈരാഗ്യമൊന്നും വരില്ല. അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നാം നമ്മുടെ ഉള്ളിനോട് നമ്മളോട് സ്വകാര്യമായിട്ട് പറയുക, കാര്യം പല്ലേച്ചോളൂ, പക്ഷെ വലിയ കാര്യമില്ല. സോപ്പ് വെച്ച് കുളിച്ചോളൂ, വലിയ കുഴപ്പമില്ല. കുറച്ചു കാലത്തെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല. വൃത്തിയായിട്ടിരിക്കണ്ടല്ലോ. അത്രേ കരുതുണ്ടു. ഇതിനോട് അമിതമാവണ്ടെന്നർത്ഥം. അതാണ് അതിൻ്റെ താല്പര്യം. ആ താല്പര്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ പരീക്ഷത്തിന് ചോദ്യം ഭഗവാന്റെ, അതാ നോക്കണേ, ഭഗവാന്റെ സമഭാവനയ്ക്ക് നിരക്കുന്നതല്ല ഈ പ്രവൃത്തി. ഇതാണ് ചുവടെ അവിടുന്ന് പറഞ്ഞ കഥകൾ ഭഗവാന്റെ സമഭാവനയ്ക്ക്. ഭഗവാനൊരു അകീർത്തി വരില്ലേ? മേൽപ്പത്തൂരും ഈ പ്രയോഗം ചെയ്തു ഭഗവാന്റെ അടുത്ത്. എൻ്റെ രോഗം മാറ്റി തന്നില്ലെങ്കിൽ അങ്ങക്ക് ചീത്തപ്പേരുണ്ടാവുന്ന, അങ്ങക്ക് ചീത്തപ്പേര് വരാതിരിക്കാനെങ്കിലും എൻ്റെ രോഗം ഒന്ന് മാറ്റി തരണേന്നാണ്. ഭഗവാൻ കുടുങ്ങിയില്ലേ? മാറ്റി കൊടുക്കേണ്ടി വന്നു. അകീർത്തി വരും എന്നാ പറയുന്നത്. ആ പാവം പട്ടേരി വലിഞ്ഞ് ഗുരുവായൂരിൽ വന്ന് കുളിച്ച് അവിടെ ഇരുന്ന് എത്ര പ്രാവശ്യം വിളിച്ചു, എന്നിട്ടും കേട്ടു അകത്തുള്ള ആള് എന്നൊക്കെ നാട്ടുകാർ പറയാതിരിക്കാൻ. അകീർത്തി വരും. അപ്പോൾ ഭഗവാന് അകീർത്തി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ പറയണത് പരീക്ഷത്ത്. ഭഗവാന്റെ സമഭാവനയ്ക്ക് നിരക്കുന്നതല്ല. എന്തുകൊണ്ട്? ഈ ഇന്ദ്രനെ സഹായിച്ചത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ സഹായം കൊണ്ട് സഹായം കിട്ടണ ആൾക്കും ചെയ്യണ ആൾക്കും ഗുണമുണ്ടാവണം. ഇന്ദ്രനാഞ്ച സകര കുരുത്തക്കേടും ചെയ്തു വെക്കും. പരീക്ഷത്ത് ചോദിക്കാൻ കാരണം അതാണ്. സ്വന്തം ചെറിയമ്മ ഗർഭിണിയാണെന്നറിഞ്ഞ് വേഷം കെട്ടി മാറി യാതൊരു പരിചയവുമില്ലാത്ത ഭാവത്തിൽ വന്ന് കൂടെ കൂടി ആ അമ്മ ഒന്ന് മയങ്ങിയപ്പോൾ അകത്ത് കയറി അകത്തെ ഗർഭത്തെ ഛിദ്രം ചെയ്യാൻ ശ്രമിച്ച ആളാണ്. ആ ദേവേന്ദ്രനെ ആര് രക്ഷിച്ചു? ഭഗവാൻ രക്ഷിച്ചു. ഇങ്ങനെ ഗർഭഛിദ്രം ചെയ്യുന്നവരെ രക്ഷിച്ചാൽ ആർക്കാ ചീത്തപ്പേര്? ഭഗവാനല്ലേ. അപ്പൊ അവനവന് വേണ്ടി ചെയ്തതെങ്കിലും ഓർത്ത് മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കല്ലേ ദേവേന്ദ്രൻ ചെയ്യേണ്ടിയിരുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അകീർത്തി വരില്ലേ? ഭഗവാന്റെ സമഭാവനയ്ക്ക് അത് എതിരല്ലേ എന്നാണ്. അതുകൊണ്ടാണ് പരീക്ഷത്ത് അതിനെ പ്രബലമാക്കുന്ന 2-3 കാര്യങ്ങൾ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഉന്നയിച്ചത് എന്നാണ്. അപ്പൊ ശേഷോ ബ്രഹ്മഋഷി ഇതിന് വ്യക്തമായ മറുപടി പറഞ്ഞും കൊണ്ട് കഥ ഞാൻ വേറൊരു രംഗത്തിലേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞും കൊണ്ട് പരീക്ഷത്തിന്റെ കുടുംബത്തിൽ തന്നെ ധർമ്മപുത്ര മഹാരാജാവ് പണ്ട് ചോദിച്ചതിന്
ശ്രീനാരദ മഹർഷി പറഞ്ഞുകൊടുത്ത ഉത്തരം മുഴുവൻ എടുത്ത് ഇവിടെ അങ്ങോട്ട് അവതരിപ്പിച്ചു. അതുകൊണ്ട് ഈ സ്കന്ധം തുടങ്ങുമ്പോൾ ഈ സ്കന്ധത്തിലെ സപ്തമസ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം ആവുമ്പോഴാണ് യുധിഷ്ഠിരന്റെ കടന്നുവരവ്. അതിൽ നാരദൻ പറഞ്ഞു കൊടുക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ വാസനയെ എങ്ങനെ ക്ഷയിപ്പിക്കാം എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും. ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ചാൽ, മനസ്സിലാക്കിയാൽ, മനനം ചെയ്താൽ നമുക്കും ഉപകാരം ചെയ്യും. അഥവാ കേൾക്കണു പോകണു എങ്കിൽ ഇരിക്കണ സമയം ഉപകാരം ചെയ്യും. അപ്പോൾ ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു സുഖമാണോ വേണ്ടത്? ഇത് കേട്ടതിൻ്റെ പ്രയോജനം ജന്മജന്മാന്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ വേണോ എന്നുള്ളത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. അവർക്ക് വേണമെങ്കിൽ ആവാം. അത് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് പറ്റണ പോലെ. ശരിയാണ്, അവർക്ക് പറ്റണത് ഇങ്ങനെ തന്നെയുള്ളൂ. കേൾക്കട്ടെ. ഗംഗാതീരത്ത് പരീക്ഷത്തിന്റെ ചുറ്റും പരീക്ഷത്തിനോട് അനുബന്ധിച്ച് ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടെങ്കിലും ശ്രീശുകൻ ഒരാളെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ആരെയാ? പരീക്ഷത്തിന്. ഏഴഹസുണ്ടല്ലോ ഖേദിച്ചിടേണ്ട നീ, പാഴാകാ നിൻ ജന്മം ഞാനുള്ളപ്പോൾ. ബാക്കി അവിടെയുള്ളവരെങ്ങനെ കേൾക്കണു എന്നുള്ളത് ശ്രീശുകൻ്റെതല്ല, പരീക്ഷത്തെ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ്. പരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് ശ്രീശുകൻ വന്നിരിക്കുന്നത്. മഹാപുരുഷ ലക്ഷണം സർഗം, വിസർഗം, പിന്നെ സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശയം എന്ന് പറയൂ. ഓരോന്നോരോന്നായാൽ പറയാൻ പറ്റും. സർഗം, വിസർഗം, സ്ഥാനം. വെള്ളം നല്ലോണം കൊടുക്കൂ, അവരൊന്ന് ഉറക്കം പറയട്ടെ. പോഷണം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, മുക്തി, ആശയം. ചിലരൊക്കെ ദേഷ്യപ്പെട്ടിട്ടാ ഇനി ചോദിക്കരുത്. നിരോധം പറഞ്ഞല്ലോ. അതിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം കഴിഞ്ഞ് ഊതി. അതാണ് ഈ സ്കന്ധത്തിലെ ഊതയ കർമ്മവാസന എന്ന് പറയും. ഇതൊക്കെ ഇവിടെ ഇന്നലെ പറയുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാ പറയിപ്പിക്കണത്. ഊതയ വാസന. നമുക്ക് ജീവിതയാത്രയിൽ ഇനിയും ഭാഗവതമൊക്കെ കേൾക്കാൻ അവസരം വരുമ്പോൾ പറഞ്ഞു തരുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ആസ്വദിച്ച് ഇരിക്കുന്നുണ്ടെന്ന് ആർക്ക് അറിയാൻ സാധിച്ചാൽ പറഞ്ഞു തരുന്നവർക്ക് ആവേശം കൂടും. അപ്പൊ എന്താണ് ഊതയ വാസന? കർമ്മവാസനകളെയാണ് ഊതി അഥവാ ഊതയ എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഇതിന്റെ പ്രധാന ഭാഗം എന്നാണ് ആദ്യം പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ വണ്ടി വേഗം ഓടിട്ട്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇടയ്ക്ക് നോക്കേണ്ട ഗേറ്റ് കടന്ന് അവര് പോകണ്ടോന്ന്. വാസന എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാസന എത്ര തരമുണ്ട്? അതെങ്ങനെ ഉണ്ടായി? ഒരു തരം വാസന മറ്റൊന്നായിട്ട് പരിണമിക്കുമോ? ഇതിന് ശ്രീമദ് ഭാഗവതത്തില് എന്താണ് പ്രസക്തി? ഇങ്ങനെ അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരധ്യായം കൂടെയാണ് ഈ 7ാമത്തെ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായം എന്നാണ്. നമുക്ക് നമ്മുടെ ദേശത്ത്, ഭാരതദേശത്ത് ഈ കർമ്മവാസനകളെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്. ഭാഗവതം എന്നുള്ള ഗ്രന്ഥം പലതിൻ്റെയും ഉള്ളടക്കമാണ്. അപ്പൊ ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്യഗ്രന്ഥങ്ങളുടെ പഠനം വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ മഹാഗ്രന്ഥം എന്ന് പറയാൻ കാരണം. ഇതൊന്നും അറിയില്ലെങ്കിലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിഞ്ഞ് വളരെ ഭക്തിയോടുകൂടി ഉപാസിച്ചാൽ സകലത് ലഭിക്കുകയും ചെയ്യും.
അപ്പൊ അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം മനുഷ്യന്റെ ഒരു സവിശേഷത എന്താ? അറിയുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ നേടിയെടുത്തുള്ളതൊക്കെ അറിവുകളാണ്. നമ്മളെ നയിക്കുന്നത് എന്താ? അറിവുകളാണ്. ആ അറിവുകൾ ശോഷിച്ചു പോയാൽ, ഇല്ലാതായി പോയാൽ കഴിഞ്ഞു. അവനവന്റെ പേര് ഓർമ്മയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഭാര്യ അടുത്ത് വന്നിരിക്കുമ്പോ ആരാ നീയെ, പുതിയ പണിക്കാരിയാ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ? മക്കളെ കണ്ടാ തിരിച്ചറിയില്ല, ഭർത്താവിനെ കണ്ടാ തിരിച്ചറിയണില്ല, ശരീരത്തിന് പോകുന്ന വിസർജന വസ്തുക്കളെ കുറിച്ച് അറിയണില്ല, ഒന്നും അറിയണില്ല. ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ വരാൻ മോഹമുണ്ടോ? ധൈര്യമായിട്ട് പറയുന്ന വിചാരിക്കണം, ഇവിടെ ഒന്നും മിണ്ടണില്ല, വടക്കേക്കരക്കാരും മിണ്ടണില്ല. അപ്പൊ ഇതില് വാസനകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് കിടക്കാം. വാസന എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വാസനയാണ്. അതാണോ? അല്ല. ഭവിഷ്യത്തുകളെ കുറിച്ച്, നാളുകളെ കുറിച്ച് ചിന്തിക്കാതെ കേവലം പെട്ടെന്ന് യാന്ത്രികമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരകമായ നമ്മുടെ ഉള്ളിലെ ഒരു മാനസികമായ അവസ്ഥയാണ് എന്ത്? വാസന. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഒന്ന് ഉള്ളിൽ കുറിച്ചിടുക. ഒന്നുകൂടെയും പറയാം. ഭവിഷ്യത്തുകളെ കുറിച്ച്, എന്താണ് ഇപ്പൊ ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് ചിന്തിക്കാതെ കേവലം യാന്ത്രികമായിട്ട് നമുക്കൊരു ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ശീലിക്കുമ്പോഴേ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ പിന്നെ അത് യാന്ത്രികമാവും അല്ലേ? കാറ് ഓടിക്കാൻ പഠിക്കുമ്പോഴോ എന്താ ജാഗ്രത, അതുവരെയുള്ള മുടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഇതെങ്ങനെയപ്പോ അത്? രണ്ട് കൈ ഇവിടെ, ഒന്ന് ഈ കാല്, ആകെ രണ്ടെണ്ണേ ഉള്ളൂ, 3 സാധനം ഉണ്ട്, ഇതിലേത് ചവിട്ടണം, ഇതിനിടയ്ക്ക് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, ഇതിനിടയ്ക്ക് മാറ്റണം, മുമ്പിലുള്ള ആളെ എങ്ങനെയാ, പുറകിലുള്ള ആള് വരണം, ഈ വസ്തു കൂടെ വരണ്ട, എന്തൊക്കെ പരിഭ്രമ ആ പഠിക്കണ സമയത്ത് അല്ലേ? ആരൊക്കെ പഠിച്ചവരുണ്ടെന്ന് കൈബന്ധിക്കൂ. ആ പഠിക്കണ സമയത്തുള്ള സംഭ്രമമൊക്കെ ഇപ്പൊ ഉണ്ടോ? അത് പഠിച്ചു കഴിഞ്ഞ് ലൈസൻസ് അങ്ങോട്ട് കിട്ടിയാലോ പിന്നെ ഇവിടെ വയ്ക്കും, വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഇവിടെ വയ്ക്കും, ചിലപ്പോൾ ഇവിടെ വയ്ക്കും, പിന്നെ ഒക്കെ ഇതായി എക്സ്പീരിയൻസ്ഡ് ആയിപ്പോ എന്തുണ്ടായി? യാന്ത്രികമായി. പഠിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയായിരുന്നു. കാരണം ശ്രദ്ധിച്ചാലേ അത് സ്വാധീനമാവുള്ളൂ എന്ന് ബുദ്ധി പറഞ്ഞു തന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അത് അഭ്യസിച്ച് സ്വന്തമായപ്പോഴോ ഇനി നമുക്ക് അത് മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് യാന്ത്രികമായിട്ടാണ്. അപ്പൊ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ യാന്ത്രികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു മാനസിക അവസ്ഥയുടെ പേരാണ് എന്ത്? വാസന എന്നുള്ളത്. വിദ്യാരണ്യസ്വാമികളുടെ ജീവൻ മുക്തി വിവേകം എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഈ വാസനകളെ കുറിച്ച് പറയപ്പെടുന്നത് എന്നാണ്. അവിടെ വിവേകത്തിന് യാതൊരു പ്രസക്തിയില്ല. വിവേകത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഈ ഒരു മാനസിക അവസ്ഥയിൽ എന്തില്ല? എന്തില്ല? വെള്ളമില്ല, വിവേകമില്ല. വിവേകം എങ്ങനെ ഉണ്ടാവും? അതുണ്ടാവണ്ടേ? എന്തായാലും നിങ്ങൾ വെള്ളം കുടിക്കണു, എല്ലാവരും വലിയ ഉത്സാഹത്തിരിക്കണ ഒരു കഥ ഓർമ്മ വന്നു. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ആചാര്യന്മാർ പറയാതിരിക്കില്ല ഈ കഥ. കാരണം ഇതൊരു പ്രധാന കഥയാണ്. വിവേകം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഉണ്ടാവില്ല. അത് പറഞ്ഞു കൊടുത്താലുണ്ടാവില്ല, പഠിപ്പിച്ചു കൊടുത്താലുണ്ടാവില്ല, കണ്ടുപഠിക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് സ്വയം ഉള്ളിൽ ഉണരേണ്ടതാണ്. പണ്ടൊരു ഗുരുവും ശിഷ്യനും കൂടി ഒരു കാളവണ്ടിയുടെ കാലഘട്ട കഥയാണ്.
ഒരാശ്രമത്തിൽ നിന്ന് സകല സാധനങ്ങളും കാളവണ്ടിയിലാക്കിയിട്ട് കാളവണ്ടിയിൽ ഗുരുവും ശിഷ്യനും കയറി ഇരുന്ന് അങ്ങനെ പോവുകയാണ്. രംഗം ഓർമ്മയിൽ വന്നോ? വന്നോ? എവിടേക്ക് പോണു? ഇങ്ങനെ പോവുകയാണ്. എന്തിലാണ് പോണത്? ആരൊക്കെ ഉണ്ട്? ഗുരുവും ശിഷ്യനും. പിന്നെ എന്തൊക്കെ ഉണ്ട്? കാളയുണ്ട്, കുറെ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ പോണ സമയത്ത് പണ്ടത്തെ റോഡൊക്കെ അല്ലേ, കുണ്ടും കുഴിയും ഇങ്ങനെയാണ്. അങ്ങനെ പോണ വഴിക്ക് എന്തുണ്ടായി? ഗുരു ഈ പുറകിൽ ഇങ്ങനെ ചാരി ഇരുന്നു. ഒരു കുണ്ടില് വീണ് കാളവണ്ടി കയറിയപ്പോ ഗുരു നേരെ ദേ കിടക്കുന്നു പുറത്ത്. അല്ല, ഗുരുവല്ല, അതിലുള്ള സാധനങ്ങള് പുറത്ത് വീണു. ശിഷ്യൻ ഇത് നോക്കാതെ അദ്ദേഹം ഓടിക്കണ തിരക്കിലാണ്. ഗുരു പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ പല സാധനങ്ങളും ഇല്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ വരിവരിയായിട്ട് കിടക്കുന്നു. നിർത്താൻ പറഞ്ഞു. ശിഷ്യനെ വിളിച്ചു, ഒക്കെ കയറ്റകത്ത്. ഇനി വണ്ടിയിൽ നിന്ന് എന്തൊക്കെ പോയാലും വച്ചോളണം എന്നുള്ളൊരു കൽപ്പനയും റാൻ മൂളി. ശിഷ്യൻ വളരെ ശ്രദ്ധിച്ച് കാളവണ്ടി മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ അതിലത്തെ കാള ചാണിട്ടു. അപ്പൊ ഗുരു എന്താ പറഞ്ഞേക്കണേ? എന്ത് വീണാലും എടുത്തു വയ്ക്കണം. വേഗം പുള്ളിക്കാരൻ ഇറങ്ങി ആ ചാണകമൊക്കെ ഒരു താളിന്റെ ഇലയിലാക്കി വെച്ച് അവിടെ കയറ്റി വെച്ചു. വീണ്ടും പോയി. കുറെ കഴിഞ്ഞപ്പോ ഭയങ്കര ദുർഗന്ധം. ശിഷ്യനോട് ചോദിച്ചു, എന്താ ഒരു ദുർഗന്ധം? ദുർഗന്ധോ? എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, എന്തോ ഒരു ചാണകത്തിന്റെ ഒക്കെ ഒരു ഗന്ധാണല്ലോ. അതോ, അത് കാളവണ്ടി മുന്നോട്ട് പോയപ്പോ കാള ചാണിട്ടു. ഗുരു എന്താ പറഞ്ഞത് എന്നോട്? എന്ത് പോയാലും എന്ത് പോയാലും ലക്ഷ്മി, എന്ത് പോയാലും എടുത്തു വയ്ക്കണം. അപ്പൊ ഞാൻ ചാണിട്ടു. ഇതിനൊരു ബുദ്ധിയില്ലല്ലോ. ഒരു പേനങ്കടലാസ് എടുത്ത് ഇനി എന്തൊക്കെയാ വണ്ടിയിൽ നിന്ന് പോയാൽ എടുത്തു വെക്കേണ്ടത് എന്നുള്ളത് ആ വണ്ടിയിലുള്ള വസ്തുക്കളുടെ കണക്കൊക്കെ എടുത്ത് എഴുതി കൊടുത്തു. ഇനി വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും പോയാൽ ഈ ലിസ്റ്റ് പ്രകാരം നോക്കിയിട്ട് വയ്ക്കാവൂ എന്ന് കൽപ്പനയും കൊടുത്തു. റാൻ വീണ്ടും കുറേ മുന്നോട്ട് പോയി. അടുത്ത കുഴിയിൽ വീണു. ഗുരു നേരെ പുറത്തിട്ടീം. ഗുരു പുറത്തേക്ക് വീണു. വേഗം ശിഷ്യൻ ലിസ്റ്റ് എടുത്ത് നോക്കി. ഗുരുവിന്റെ പേര് എഴുതിയിട്ടില്ല, നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പൊ പറഞ്ഞു കൊടുക്കാത്തതാണോ? അല്ല. എഴുതി കൊടുക്കാത്തതാണോ? വിവേകം എന്നുള്ള സാധനം ഗുണമൊന്നുമില്ല. അപ്പൊ പറയുന്നതിന്റെ പൊരുളൊന്ന് ചിന്തിക്കാൻ അല്പം ശ്രമിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. ഈ വാസന എന്ന് പറഞ്ഞത് ഈ രൂപത്തിലാണ്. ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികളോട് അത് ചെയ്യരുത്, ഇത് ചെയ്യണം, അവർക്കറിയില്ല. അപ്പൊ മുട്ടുകുത്തി നടക്കുന്ന കുട്ടി ചെന്ന് കത്തിയെടുത്താലോ, അതെടുത്ത് കുത്തും, മുറിയും, അതെന്നെ കരയും. പിന്നെ നമ്മളാണ് നോക്കേണ്ടത്. അപ്പൊ അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വേഗം മാറ്റാം. എന്തെങ്കിലും സൂത്രങ്ങളൊക്കെ പറഞ്ഞ് അത് മേടിച്ചു മാറ്റാം. അതാണ് ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭവിഷ്യത്തുകളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കേവലം യാന്ത്രികമായിട്ട് ചെയ്യുന്ന, അതിന് പ്രേരകമായ ഒരു മാനസിക അവസ്ഥ നമുക്കൊക്കെ ഉണ്ട്. ആ മാനസിക അവസ്ഥയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. അവിടെ വിവേകം എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ്. വാസന മുഖ്യമായിട്ട് 2 വിധമാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സദ്വാസന. മറ്റൊന്ന് മലിനവാസന അഥവാ ചീത്തവാസന എന്ന് പറയും. ഇനി ഇതിനും കുറേ വിഭജനങ്ങളുണ്ട് എന്നാണ് ധ്യാരണ്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പൂർവജന്മവുമായിട്ട് ഇതിനു മുമ്പുള്ള ജന്മം, അതൊന്നും നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ല. കിട്ടുമോ? അതൊക്കെ കിട്ടാൻ എന്തൊരു സുഖമായിരുന്നു അല്ലേ? എത്ര സ്ഥലത്ത് പോയവരായിരുന്നു. പഴയ ജന്മത്തിന്റെ പേരും പറഞ്ഞല്ലേ. അതൊന്നും നമുക്കില്ല.
അപ്പൊ അത്ര അറിവൊന്നും നമുക്ക് തരാത്തത് നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഈശ്വരന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ മതി. അതിന് പൂർവജന്മവുമായിട്ട് ഒരു ബന്ധമുണ്ട്. മലിനമായ വാസനകൾ നമ്മളെ വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. ശുദ്ധമായ വാസന മോക്ഷഹേതുവാണ്, നമ്മളെ മോചനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോ പ്രഹ്ലാദ ചരിതം ഒന്നും പ്രഹ്ലാദൻ തന്നെ തുടങ്ങിയിട്ടില്ല. ഇത് എപ്പാ കഴിയണതാണ്. ചായയും കടിയും അങ്ങോട്ട് പോവും ചെയ്തു, വച്ചോര് പോവും ചെയ്തു. നമ്മളിഞ്ഞിപ്പോ നരസിംഹാവതാരം എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കണ്ടേ. എപ്പോഴാണ് ആവോ 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 ആവോ. ഏറ്റവും വിഷമിക്കണ്ട, എപ്പോ തീർത്ത് തരാം. ഈ കഥകൾക്കൊക്കെ ഒരു സുഖമുണ്ട്. എന്താ പറയാ, വേഗം താഴത്തേക്ക് വരാം, അതുപോലെ തന്നെ മേപ്പോട്ടും പോവാം. 5 മിനിറ്റിൽ അവസാനിപ്പിക്കാൻ പറഞ്ഞാലും പറ്റും, 50 മിനിറ്റ് ആക്കാനും പറ്റും. എങ്ങനെയും പറയാൻ പാകത്തിലാണ് ശേഷുകൻ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കട്ടെ അത്. അപ്പോൾ മലിനവാസന ജന്മങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. സദ്വാസന നമുക്ക് മോക്ഷഹേതുവാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ എന്തിനാണ് തരണത്? ഇവിടെ വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ പോലും ഇവിടെ ഇരുന്നത് ഒരു സത്സംഗമാണ്. സത്തായ കാര്യം എന്താ? സത്തായ കാര്യം ഭഗവാൻ. അപ്പൊ സത്തായ ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ പലതും പറയേണ്ടി വരും. അതൊക്കെ ശരിയാ. പക്ഷെ അതൊക്കെ വിട്ടുപോയാലും ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പൊ സത്സംഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ക്രമേണ നമുക്കത് കിട്ടാൻ തുടങ്ങും എന്നാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ചിലപ്പോൾ കുത്തിവയ്ക്കുമ്പോഴേക്കും വിശർത്ത് പനിയൊക്കെ പോയി ഭയങ്കര ഉത്സാഹം. പക്ഷെ ആയുർവേദ മരുന്നുകൾ അങ്ങനെയാണോ? അല്ല, അത് പതുക്കെയാണ്. ചിലത് അതാ നല്ലത്. അപ്പോൾ പതുക്കെ ആയാലും അതിൻ്റെ ഗുണം കിട്ടും എന്നാണ്. അപ്പൊ സത്സംഗത്തിലിരിക്കുമ്പോൾ ഇന്ന് എനിക്കെന്ത് കിട്ടി? ഇന്ന് ഞാൻ വനമാലയത്തിൽ വന്നിരുന്ന ഭാഗവത കഥകൾ കേട്ട് എനിക്കെന്ത് കിട്ടി? ഇപ്പൊ കിട്ടണം, അത് വെക്കണ്ട. ഇപ്പൊ സ്പോട്ട് ബില്ലിംഗ് പോലെയാണ്. ഇപ്പൊ കിട്ടണം, ഇപ്പൊ കിട്ടിയ വിശ്വസിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അവിടേക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നേ ഉള്ളൂ, കിട്ടി. അതാണ് ഈശ്വരാനുഗ്രഹം എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മൾ ഇന്ന് പരത്തുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. വേണ്ട, അത്ര നല്ലതല്ല അത്. ഭഗവാൻ ഇങ്ങനെ കൊടുക്കുക 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 എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയുള്ളൊരു ഭഗവാനെയല്ല ഭാഗവതം വിവക്ഷിക്കുന്നത്. നമുക്ക് എപ്പോഴും താങ്ങും തണലുമായി നമ്മുടെ കൂടെ, നമ്മൾ ജന്മങ്ങൾ മാറിയാലും പിന്നാലെ വരുന്നൊരു ഭഗവാനുണ്ട്. ആ ഭഗവാനെയാണ്. അതാണ് ഇനി ഗജേന്ദ്രമോക്ഷം കൊണ്ട് പറയാൻ പോകുന്നത്. അദ്ദേഹം ജന്മം മാറിയിട്ടും ആ വാസന പിന്നാലെ കൂടിയെന്ന്. അതാണ് സദ്വാസനയുടെ മഹത്വം. പ്രഹ്ലാദനിലും അത് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സദ്വാസനകൾ നമ്മളെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയി മുക്തിഹേതുവാക്കി തീർക്കും. മുക്തനായിട്ട് ആകാൻ നമ്മളെ പഠിപ്പിക്കും. എന്താ ഈ മുക്തി? ചിലവർ ധരിച്ചു വരിച്ചിരിക്കുന്നത് മരിച്ചങ്ങോട്ട് പോയാൽ അയാൾക്ക് മുക്തി കേട്ട എത്ര കാലായി കിടക്കണ, 5 വർഷമായി കേട്ടെന്ന കിടപ്പാണ്, അയാൾക്ക് മുക്തി കിട്ടി. മരിക്കലാണ് മുക്തി എന്ന് ചിലവരെങ്കിലും, നിങ്ങളല്ലാട്ടോ, ചിലവരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ട്. മരിച്ചു പോകുന്നതാണ് മുക്തി എങ്കിൽ മുക്തിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എല്ലാവർക്കും ജനിച്ച സ്ഥിതിക്ക് ഉറപ്പായ കാര്യം എന്താ? ഉറപ്പിച്ചു പറയും. അതന്നെ. നമ്മൾ ജീവിക്കോ, എത്ര കാലം ജീവിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പനുസരിച്ചിരിക്കും. മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മരിച്ചാൽ മുക്തി കിട്ടുമെങ്കിൽ പിന്നെ എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ പിന്നെ ഇതിന് വേണ്ടി പ്രയത്നിക്കണത്. അപ്പൊ മരിക്കുക എന്നുള്ളതല്ല, ഇവിടെ സുഖകരമായിട്ട് ജീവിക്കുക, അതന്നെ മുക്തി. നമ്മൾ ഉണ്ടാക്കുന്നതിൽ തന്നെ നമ്മൾ മാറി നിൽക്കാൻ പഠിക്കണം എന്നാണ്. അതാണ് ഈ ജീവന കലയാണത് സത്യത്തിൽ. ദ ആർട്ട് ഓഫ് ലീവിങ് ആണ് ആദ്യം കാണുന്നത്.
പിന്നെ പരീക്ഷത്തിന്റെ കഥയിലേക്ക് കടന്നാൽ ആർട്ട് ഓഫ് ഡെത്തായി. എങ്ങനെ മരിക്കണം? പരീക്ഷത്തിനെ പോലെ പാമ്പ് കടിച്ച് മരിക്കണം എന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആ അറിയേണ്ടതിനെ അറിഞ്ഞ് അറിവ് താനായി മാറി അതിലങ്ങനെ ലയിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ വാസനയാകുന്ന ആ ഒരു നീർച്ചാലിൽ ശുഭമായ മാർഗത്തിലൂടെ അശുഭമായ കാര്യങ്ങളെ ഇല്ലാതാക്കി തീർത്ത് മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കും. അശുഭമായതിനെ ശുഭമായതിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. അതിനായിരിക്കണം നമ്മുടെയൊക്കെ മനുഷ്യ പ്രയത്നം. ഈ പണ്ട് കാലത്ത് ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാവും, നമ്മൾ തൊടി നനയ്ക്കുക, വളപ്പ് നനയ്ക്കുക എന്ന് പറയും. അപ്പൊ അതിനൊരു വെള്ളം പോകുന്നൊരു ചാലുണ്ടാവും അല്ലേ? ഒരെണ്ണം തുറന്നു വിട്ടാൽ തെങ്ങിന്റെ ചോട്ടിലേക്ക്, അത് കഴിഞ്ഞാൽ അതിൽ നിറഞ്ഞാലോ അവിടെയുണ്ട്, മറ്റത് തുറക്കും, ഇയാളെ അടയ്ക്കും, ഇങ്ങോട്ടുള്ളത് അടയ്ക്കും, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അല്ലേ? ഒക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ വൃക്ഷങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം കൊടുക്കുക. ഈ നീർച്ചാലുകളെ ആവശ്യാനുസരണം നാം ഉദ്ദേശിക്കുന്ന കേന്ദ്രത്തിൽ എത്തിക്കുന്നത് പോലെ നമ്മളിലെ വാസനകളെ എവിടേക്ക് എത്തിക്കണം? ഭഗവാനിലേക്ക് എത്തിക്കണം എന്നാണ്. ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിൽ പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ പഥി എന്ന് വിദ്യാരണ്യസ്വാമികൾ പറയും. ഇത്രയും ഒരു ആമുഖം പറഞ്ഞതിന് ശേഷമേ എന്ത് പറയാവൂ പ്രഹ്ലാദന്റെ ചരിത്രം. ഇന്ന് ഇതൊന്നും പറയാതെ അങ്ങോട്ട് കഥയിലേക്ക് കടന്നുകൂടെ? കഥയിലേക്ക് കടക്കും, കഥ കേൾക്കും, തലയാട്ടും, ഇതൊക്കെ എത്ര കാലം കേട്ടേക്കണു എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു മുദ്രയും കാണിച്ച്, ഒരു മുദ്രയില്ലെങ്കിൽ ഇതറിയാം കാണിച്ച് നമ്മൾ ഭാഗ്യായി എന്ന് പറഞ്ഞാണ് പോവുകയും ചെയ്യും. അപ്പോ വാസന പ്രകരണത്തിന് അവലംബമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള കഥാപാത്രമാണ് ഇതിലെ പ്രഹ്ലാദനും ഹിരണ്യകശിപുവും എന്നാണ്. ജയവിജയന്മാർ മഹാവിഷ്ണുവിൻ്റെ പാരിഷദന്മാരായിരുന്നിട്ടും അവർക്ക് ബ്രാഹ്മണരും മഹർഷിവര്യരുമായിട്ടുള്ള സനകാദി യോഗീശ്വരന്മാരുടെ ശാപം ഹേതുവായി, ഒരു ശാപം കാരണമായിട്ട് മലിനമായ വാസനയോടെ അവർക്ക് ജനിക്കേണ്ടി വന്നു. വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമെങ്കിൽ എളുപ്പമല്ല. അർജുനന് പോലും ആര് കൂടെ വേണ്ടി വന്നു? അത് കാണിക്കാൻ ഞാൻ ഉത്തരം പറഞ്ഞാൽ മതി. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ വന്നപ്പോഴേ അർജുനന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പോയവരാരാ? ദുർവാസസ് പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ തിരി ശക്തനാണ്. സനകാദികൾ പോയി. വൈകുണ്ഠത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല. അത് ഭഗവത് കൃപയുണ്ടെങ്കിൽ മാത്രം പറ്റുള്ളൂ. നരനെ നാരായണാംശമായ ഭഗവാനാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ്. അപ്പൊ ആ വൈകുണ്ഠത്തിലെത്തിയ സനകാദികൾക്ക് അവിടെ ജയവിജയന്മാർ ചെയ്ത പ്രവൃത്തി കണ്ടപ്പോൾ മനസ്സിന് വിഷമമാവുകയും, ഈ സത്വഗുണപ്രധാനമായ സ്ഥാനത്ത് നിങ്ങൾക്ക് എങ്ങനെ ഈ രജോ ഗുണ തമോ ഗുണ പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തോന്നിയത്? ഭഗവാനെ കാണാൻ വന്നവരെ തടയി, ഇതെന്തൊരു കഥ, നിങ്ങളുടെ മനസ്സ് നന്നല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ മലിനമായ മനസ്സ്, ഞങ്ങളെ ഭഗവാനെ കാണാൻ വരണമെന്ന് തോന്നിയ ഞങ്ങളുടെ ആ ദർശന ഔത്സുക്യത്തെ തടഞ്ഞു നിർത്തിയ നിങ്ങളുടെ ബുദ്ധി ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിന്റെ ആ സ്വഭാവമാണ് കാണിച്ചത്. അതുകൊണ്ട് ആ മലിനമായ മനസ്സ് ഇല്ലാണ്ടാവണം. അതിൻ്റെ ഉള്ളിൽ കയറിയ ചീത്തത്വം എന്നുള്ളത് ഇല്ലാതായി തീരണം. അതുകൊണ്ട് നിങ്ങൾ ആ ലോകത്തിലേക്ക് പോകൂ എന്നും പറഞ്ഞ് ശപിച്ചു. അങ്ങനെ വന്നവരാണ് ആര്? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. പക്ഷെ ഇങ്ങനെയൊക്കെ ശപിച്ചുവെങ്കിലും ആ സനകാദികൾക്ക് അവരോട് കൃപയും തോന്നിയിട്ടു. ഭഗവാന്റെ ലോകത്തെ വിട്ടു പോകേണ്ടി വരുന്ന അവരുടെ ആ മാനസികാവസ്ഥ ശപിച്ചവർക്ക് മനസ്സിലായി. ഏതുപോലെ പണ്ടൊക്കെ ഗുരുവായൂരിൽ അങ്ങോട്ട് പോയാൽ, ഇന്നത്തെ എനിക്ക് പറയാൻ അങ്ങോട്ട് മുഴുവൻ ധൈര്യം വരുന്നില്ല, അതുകൊണ്ടാട്ടോ പണ്ടത്തെ എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഇഷ്ടം പോലെ തൊഴാം, ഇഷ്ടം പോലെ പ്രദക്ഷിണം വയ്ക്കാം. പണ്ട് ജയവിജയന്മാർ കുറവായിരുന്നു അവിടെ. ഇപ്പോ എവിടെ നോക്കിയാലും ജയവിജയന്മാരാണ്.
അപ്പോൾ പണ്ടിങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ തിരിഞ്ഞു പോരാ, മുമ്പ് കൂടെ കയറാം, മുമ്പ് കൂടെ തന്നെ ഇറങ്ങാം. അപ്പോൾ തിരിഞ്ഞൊക്കെ നോക്കും. തിരിഞ്ഞു നോക്കിയാൽ ഒന്നും കൂടെ തൊഴാം അല്ലേ എന്നും പറഞ്ഞ് വീണ്ടും തൊഴും. അങ്ങനെ തിരിഞ്ഞിങ്ങനെ പോരുമ്പോഴൊക്കെ എന്തോന്നറിയില്ല, എന്താ അതിന് പറയാ, ഒരു ഉള്ളിലൊരു പറയൂ, ഒരു വിഷമം. വിഷമം എന്താ? വിഷമം വരണമെങ്കിൽ അവിടെ ഒരു ഇഷ്ടം ഉണ്ടാവണം, നല്ല വിഷമം വരുള്ളൂ അല്ലേ? അതല്ലേ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. ഹാവോ രക്ഷപ്പെട്ടു എൻ്റെ ഉള്ളിന്ന്, അങ്ങനെയല്ലല്ലോ. ഉള്ളിലൊരു ഇഷ്ടമുണ്ട് അല്ലേ? ആ ഇഷ്ടത്തിന് തടസ്സം വന്നപ്പോഴാണ് ഈ വിഷമം വരണത്. അതുകൂടി അറിഞ്ഞാലേ ഈ ഒരു വികാരത്തിന്റെ മഹത്വം മനസ്സിലാവും. അപ്പൊ ഒരു വിഷമം. പിന്നെ നമ്മൾ കർമ്മബന്ധങ്ങൾക്ക് വിധേയമായി മനസ്സില്ലാ മനസ്സോടെ അങ്ങോട്ട് പോരുമ്പോൾ ഒരു തീരുമാനമൊക്കെ എടുക്കും, ഇനി വരുമ്പോൾ ഞാനൊരു 10 ദിവസം ഇവിടെ അങ്ങോട്ട് ഭജനം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ വരുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാണ്. പക്ഷെ ആ പോകുമ്പോൾ നമ്മളൊരു തീരുമാനമൊക്കെ എടുക്കും. ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റാതെയാവും. ഒരു വിഷമമുണ്ട്. ഇതുപോലെ വൈകുണ്ഠത്തിൽ നിന്ന് പോകുന്ന ആ ജയവിജയന്മാരുടെ അവസ്ഥ കണ്ടപ്പോൾ ഈ അവസ്ഥയ്ക്ക് തങ്ങളും കുറ്റക്കാരല്ലേ എന്ന് തോന്നിപ്പോയി. തങ്ങളെ തടഞ്ഞ ഇവരോട് ക്രോധം വരാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഇതുവരെ ക്രോധം വരാത്ത ഞങ്ങൾക്ക് എന്തിനു ക്രോധം വന്നു? അവരെ തന്നെ ഒന്ന് ചിന്തിച്ചു എന്നാണ്. ഭഗവാന്റെ ലോകത്ത് വൈകുണ്ഠത്തിൽ ചെന്നാൽ ദേഷ്യം വരാൻ പാടില്ല, അവിടെ ആ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. പക്ഷെ അവിടെ വന്നപ്പോൾ ഇവർക്ക് വന്നു. എന്നാ ഇവര് ദുർവാസസിനെ പോലെ ദേഷ്യമുള്ളവരാണോ? നമ്മളെ ദേഷ്യം കൂടുതലുള്ളവർക്കിട്ട ഓമന പേരാണെന്ത്? എൻ്റെ വീട്ടിലും ഉണ്ട് ഒരാള്, ഒരു ദുർവാസസ്. നമുക്ക് കണ്ട് മടിയിലിരുത്തി പേരിട്ട പോലെയാണ്. ദുർവാസസിനെ നമുക്ക് കഥകളിൽ കൂടെ മാത്രമേ അറിയുള്ളൂ. പക്ഷെ പേര് പ്രസിദ്ധമാണ്, സ്വഭാവം പ്രസിദ്ധമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന്റെ പരിണാമം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നാളെ കേൾക്കാം അമൃതമഥനം. അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന്റെ പരിണാമം വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി. നമ്മുടെ ദേഷ്യം വന്നാൽ പിന്നെ നമുക്കും പരിണാമമൊക്കെ ഉണ്ടാവും, വിപരീതാർത്ഥത്തിലാവും. അപ്പൊ ഈ ക്രോധം എന്നുള്ളതിനെ നല്ലതായിട്ട് പരിണമിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഋഷികൾ. അതുകൊണ്ട് ഋഷി കോപങ്ങളൊക്കെ അനുഗ്രഹമായിട്ടാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരണത്. അത് കണ്ടൊന്നും നമ്മൾ ദേഷ്യപ്പെടരുത്. ദുർവാസസിനാവാഞ്ച എനിക്കിത്തിരി ദേഷ്യപ്പെട്ടാൽ എന്താ എന്നൊക്കെ ചോദിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ വേണ്ട, അത്ര നല്ലതല്ല. അപ്പൊ ഇവരോട് കൃപ തോന്നിയിട്ട് നിങ്ങൾ ഒരു 3 ജന്മം എടുത്ത് ഈ ദുഷിച്ച വാസന വേഗം കഴുകിക്കളഞ്ഞ് തിരികെ ഇങ്ങോട്ട് പോന്ന്, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വീണ്ടും പഴയ ജോലിയിൽ പ്രവേശിച്ചോളൂ. അപ്പൊ അവർക്ക് സന്തോഷമായി. കാരണം ഞങ്ങളുടെ ഉള്ളിൽ സജ്ജനങ്ങളോട് തോന്നിയ ഒരു തടുക്കാനുള്ള പ്രവണത എന്തോ ഒരു കർമ്മത്തിന്റെ ഫലമാണ്. ആ കർമ്മഫലത്തെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കളയുവാൻ ഭഗവാൻ ഞങ്ങളെ ഇതിൽ കൂടെ ചെയ്യല്ലേ എന്ന് ചിന്തിച്ച് അവരതിനെ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? അതാണല്ലോ മുഖ്യം. ദുഷിച്ച വാസനകളെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ് ശുദ്ധമാക്കി വീണ്ടും മനസ്സിനെ ഉത്തമമാക്കാൻ പറ്റും. മനസ്സ് ഒരിക്കൽ മലിനം പിടിച്ചാൽ പിന്നെ എന്നും മലിനമായിട്ടിരിക്കണം എന്ന് നിർബന്ധമോ നിയമങ്ങളോ അങ്ങനെയൊന്നുമില്ല. അത് വേണ്ട വിധത്തിൽ എന്തായി തീരും? ശുദ്ധമാക്കി തീരും. അതിനിവർ ചെയ്ത കാര്യമാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. അത് പറയാനാണ് ഈ സപ്തമസ്കന്ധം. അതിന് വലിയൊരു കഥയൊക്കെ മുമ്പിൽ കൊണ്ട് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അസുരനായ ഹിരണ്യകശിപുവിന്റെ ബീജത്തിൽ നിന്ന് ജന്മം കൊണ്ട പ്രഹ്ലാദൻ മലിനവാസനയോടുകൂടി ജനിക്കേണ്ടവനായിരുന്നു. എന്നാൽ ഈ പ്രഹ്ലാദനെ അമ്മയായ പ്രഹ്ലാദന്റെ അമ്മയുടെ പേരെന്താ? കയാധു. ആ കയാധു പ്രഹ്ലാദനെ ഉള്ളിൽ ധരിച്ചിരിക്കെ അഥവാ ഗർഭം ധരിച്ചിരിക്കെ കയാധു നാരദാശ്രമത്തിൽ താമസിക്കുകയും
നാരദാശ്രമത്തിലിരുന്നും കൊണ്ട് നാരദന്റെ സമീപത്തിരുന്ന് നാരദോപദേശം കേൾക്കാൻ ഇടവന്നു. ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശു മുഴുവൻ അത് കേട്ട് ശുഭമായ വാസനയോടുകൂടി ജനിച്ചു. ഇനിയിപ്പോ എന്താ മനസ്സിലായേ? ഗർഭകാലത്ത് എന്ത് കേൾക്കണം? അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിതിൽ വിലയൊന്നും വെക്കില്ല. ഇതിന് ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടെ പോകുമ്പോഴാണ് കാര്യം മനസ്സിലാവുള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രം എന്നുള്ള ആ പാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ തല കീഴായിട്ടാണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ പുറത്ത് വന്ന തല കീഴാവരുത്. തല അത് നല്ലോണം പ്രവർത്തിക്കണം. അതിനെന്ത് വേണം? ആ സമയത്തിനെല്ലാം പഠിപ്പിക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പുറത്ത് വന്നാൽ പിന്നെ അധികം സമയം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പഴയ പോലെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. 3-3.5 വയസ്സാകുമ്പോഴേക്കും LKG, UKG, പിന്നെ pre-KG, KG ഭാരം വെച്ച് കൊടുക്കല്ലേ. പിന്നെ പഠിപ്പിക്കുകയാണ് ഓരോ. പഠനം ആനന്ദമാക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, പഠിപ്പിക്കുക എന്നാ പറയുന്നത്. എന്താ പഠിപ്പിക്കണത്? വിഷയങ്ങൾ ആയിക്കോട്ടെ, കുറച്ചൊക്കെ ആകാം, വിരോധമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിന് ഏറ്റവും നല്ല സമയം എന്താ? ഏതാണ്? ഗർഭപാലം. അപ്പൊ കയാധുവിനെ പോലെയുള്ളവർ ഉണ്ടാകണം ഇവിടെ. ഒരു അസുരബീജത്തെ സ്വീകരിച്ചിട്ട് പോലും അതിനെ ശുദ്ധവാസനയാക്കി മാറ്റാൻ കഴിവുള്ള സ്ത്രീത്വം, അങ്ങനെയുള്ള മാതൃത്വം ഉണ്ടായി ഇവിടെ നിന്നാണ്. അപ്പൊ അമ്മമാര് വിചാരിച്ചാൽ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവും. എപ്പ വിചാരിക്കണം? ഇനിയിപ്പോ ഇത് കേട്ടിട്ട് അടുത്ത തലമുറയുടെ കഥയായിട്ടോ ഞാൻ പറയണത്. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ചെറിയ തുറച്ചു നോക്കണ്ട ഇനിയിപ്പോ ഈ പ്രായത്തിൽ. അതല്ല, നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു വിദ്യയുണ്ട്, നമ്മളുടെ സ്വാധീനത്തിലിരിക്കും. അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്ത് ഗർഭ കാലഘട്ടത്ത് ഓരോരോ ചടങ്ങുകൾ, ഗർഭാധാരണം കഴിഞ്ഞാൽ പ്രസവം വരെയുള്ള കാലഘട്ടത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക, ഇന്നത് ചെയ്യിപ്പിക്കുക, ഇന്ന മന്ത്രം, ഓരോ മാസം ഇന്ന മന്ത്രം ചൊല്ലി നെയ്യ് സേവിപ്പിക്കുക, വെണ്ണ ജപിച്ചു കൊടുക്കുക, ഗർഭിണി വയറ് തൊട്ട് ജപിക്കുക, തുടങ്ങിയ എത്രയോ മന്ത്രങ്ങളുണ്ട്. അപ്പൊ ഭാഗവതത്തിലെ തന്നെ ഉത്തരാദേവിയുടെ സ്തുതി തൊട്ടു ചൊല്ലാണ് വേണ്ടത്. ഏതമ്മേ പാഹി പാഹി മഹായോഗിൻ ദേവദേവ തുടങ്ങിയിട്ടുള്ളത്. എത്ര പേര്. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള മറ്റന്നാ അവിടെ വരുന്നുണ്ട് ഭാഗവത കോകിലം വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ആ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ കൃഷ്ണേട്ടൻ്റെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടത്തെ എത്ര തൊട്ട് ജപിച്ചിരിക്കണം. അതുകൊണ്ട് എന്തുണ്ടായും കഴിഞ്ഞാൽ മുട്ടൂത്തി കളിക്കണ സമയത്ത് ഭാഗവതൻ ആരോ ചൊല്ലപ്പെട്ടപ്പോൾ തെറ്റിച്ചൊല്ലി വേഗം ആ കളിക്കുന്ന ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് തിരുത്തി കൊടുത്തു. കാരണം എന്താ? അത്രയും മുറ കേട്ടിട്ടുണ്ടേ, അത്രയും തൊട്ട് ജപിച്ചു എന്നാണ്. അക്ഷരങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പേ എന്ത് ചെയ്തു? അത് തലേ കയറി എന്നർത്ഥം. അപ്പൊ യാതൊരു ചെലവുമില്ലാതെ ആ ഒരു 10 മാസം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയാ ഉയർന്ന പദവിയാണ്. ഒരു സ്ത്രീ വേറൊരു വലിയ 2 അക്ഷരത്തിലേക്ക് മാറുന്ന സമയമാണ്. എന്താ അത്? അമ്മ. ഒരു കുഞ്ഞ് പറക്കുമ്പോൾ ഒരമ്മ മാത്രമാണോ ജനിക്കണത്? ആണോ? അല്ല, ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും കൂടെയും ജനിക്കണം. മറ്റൊരു ഗ്രഹത്തിൽ ഒരു അമ്മാമൻ ജനിക്കണം. ഇവിടെ ഒരു മുത്തശ്ശി ജനിക്കണം. ഇവിടെ ഒരു കുഞ്ഞിന്റെ ജന്മം നിമിത്തം എത്ര പേർക്ക് ഉയർന്ന പദവികളാണ്, മാറ്റങ്ങളാണ് വരുന്നത്. ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെ ആലോചിക്കാൻ അവിടെ സമയമല്ലേ. അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് സൽസന്തതികൾക്ക് ജന്മം കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ നിശ്ചയിക്കണം നമ്മുടെ കുഞ്ഞ് ആരാവണം, എന്താവണം. അതൊരു കാമത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നല്ല, മറിച്ച് അത് ധർമ്മത്തിൽ നിന്ന് ജനിക്കേണ്ടതാണ്. നല്ല സന്തതികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. നല്ല സന്തതിക്ക് ജന്മം കൊടുക്കാൻ
സാധിക്കുന്നില്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസരാണ് പറഞ്ഞത്, ഞാനല്ല, നിങ്ങൾ ഇനിയിപ്പോൾ എന്നെ തുറച്ചു നോക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്, ഈ പരിപാടിക്ക് പുറപ്പെടരുത് എന്നാണ് പറയുന്നത് അദ്ദേഹം. അച്ഛനാകാനും അമ്മയാകാനും ആചാര്യനാവും 100 വട്ടം ആലോചിക്കണം. കാരണം അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടാൽ കുടുംബം മാത്രമല്ല, ചിലപ്പോൾ പലരും ഈ ലോകത്തിൽ ദുഃഖിക്കും. ഇന്നിപ്പോൾ പലരും നമുക്കറിയില്ല, പല കുടുംബങ്ങൾ മക്കൾ നിമിത്തം ദുഃഖിക്കണു. ചില ദുഷ്ടസന്തതികൾ നിമിത്തം ഒരു സമൂഹം, ഒരാളുടെ ഉള്ളിലൊരു എന്താ പറഞ്ഞ വൃത്തികെട്ട ബുദ്ധി വന്നാൽ എത്രയോ പേരുടെ ജീവന് പോലും ഹാനി വരും, ഇല്ലേ? അങ്ങനെ പലതും കാണുന്നു, കേൾക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് പ്രഹ്ലാദനെ മുൻനിർത്തിയും കൊണ്ട് ശ്രീമദ് ഭാഗവതം നമുക്ക് ഈ സത്രവേദിയിൽ കൂടെ നൽകുന്നത് എന്നാണ്. അപ്പോ ഗർഭത്തിലിരിക്കെ നാരദോപദേശം ശ്രവിച്ച് മനഃശുദ്ധി വന്നതുകൊണ്ട് എന്തുണ്ടായി? ശുദ്ധമായ വാസനയോടുകൂടി ജനിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അഞ്ഞ് ചാടി, എവിടേക്ക് ചാടി? നവിധാ ഭക്തിയിലേക്ക്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇപ്പൊ നിങ്ങൾ, ഞാനടക്കം നമ്മളെല്ലാവരും ഇന്നിവിടെ വന്നിരുന്നത് കേൾക്കാനും ഭാഗവതത്തിലെ ഈ ആശയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ പറയും പുണ്യം ചെയ്തവരാണ്. ശരി, അത് ചെയ്തിട്ടുണ്ട്, ഭാഗ്യമുണ്ട്, ശരി, ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് ഇവിടെ വന്നിരുന്നത് കേൾക്കാൻ ഒരമ്മ നൽകിയ ഒരു അനുഗ്രഹമാണ്, അല്ലേ? ആണോ അല്ലയോ? പോരട്ടെ പോരട്ടെ, എനിക്ക് കൈകൊട്ടണ മനസ്സിലായി. അതുകൊണ്ട് ഓരോ അമ്മമാർക്കും നമസ്കാരം. ഒരുപക്ഷെ നമ്മുടെ അമ്മമാരൊന്നും ഇപ്പോൾ നമ്മുടെ കൂടെ ഭൗതിക രൂപത്തിൽ ഉണ്ടാവില്ല. അവരവരുടെ വേഷമൊക്കെ അഴിച്ചു വെച്ചു, നമുക്ക് വേണ്ടി കുറേ വേഷം കെട്ട് അവരനുഭവിച്ചു. അപ്പോൾ പലതും സഹിച്ചു അവര് എന്നാണ്. കാരണം അവരൊക്കെ കടന്നു വന്ന കാലഘട്ടത്തില് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നാണ് പിന്നെയും അതൊന്നും ഇല്ലാത്തത് എന്നാണ്. അപ്പൊ അവരൊക്കെ കുട്ടിക്കാലത്ത് പകർന്നു തന്ന, എപ്പോഴോ പകർന്നു തന്ന ആ നന്മകളുടെ ഒരു ശക്തി വിശേഷമാണ് നമ്മൾ ഓരോ. ഞാൻ ആചാര്യനായിട്ടുണ്ടെങ്കിൽ, ആചാര്യനായി എന്ന് ഞാനല്ലല്ലോ അവകാശപ്പെടേണ്ടത്, ആയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അതായിട്ടുണ്ടെങ്കിൽ ആ ബീജത്തെ അത്രയും ശുദ്ധമാക്കാൻ ഏതോ സത്സംഗം എപ്പോഴോ നമ്മളിൽ കൈവച്ചിട്ടുണ്ടെന്നാണ്. നമുക്കതറിയില്ല എന്നാണ്. ചിലവർക്ക് പറയാം ഞാൻ ആ കാലഘട്ടത്തിൽ ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ്. അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറയാം നമുക്കെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കതെങ്ങനെ കിട്ടിയെന്ന് നമ്മളെങ്ങനെ അറിയും? എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല ഏത് സൽക്കർമ്മത്തിൻ്റെതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാം, നമ്മളായിട്ട് ചെയ്തതിൻ്റെ അല്ല ഇപ്പൊ ഇവിടെ നിന്ന് അനുഭവിക്കണതാണോ? അത് ധൈര്യം പറയാം. അവിടെയാണ് 10 മാസം ചുമന്നെന്നെ നൊന്ത് പ്രസവിച്ച് പല രാത്രികൾ പകലാക്കി പരിപാലിച്ച അമ്മയുടെ മഹത്വം. അത് പരീക്ഷത്തിന് മനസ്സിലായി ഈ ഒരൊറ്റ വാക്യം കൊണ്ട്. കാരണം അന്ന് അമ്മ കൃഷ്ണപാദങ്ങളിൽ വീണ് നമസ്കരിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ഈ ഭാഗവതം എന്നുള്ള രസാമൃതം, ഹരികഥാമൃതം ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മളിവിടെയൊക്കെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിന് അമ്മയാണ് കാരണം. ഒരമ്മയല്ല, 2 അമ്മമാരുണ്ട്. അതാരാ? 2ാമത്തെ അമ്മ ആരെ പറഞ്ഞാള്? നമുക്ക് ഏത് രൂപത്തിലും ആവട്ടെ, അമ്മ വാത്സല്യമാണ്. അപ്പോ ആ ഒരു കൃപ ആണ് ഇതിൻ്റെ മുഖ്യം എന്നാണ്. അപ്പൊ നമ്മൾക്ക് ശുദ്ധവാസന നൽകുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സത്രത്തിന്റെ ലക്ഷ്യം എന്താ? ഒരെണ്ണം നടത്തി എന്നുള്ളത് തന്നെ അഭിമാനമാണോ? അല്ല. പിന്നെന്താ? നല്ല വാസന നൽകി, അതാണ് അതിൻ്റെ മുഖ്യം എന്നാണ്. ഇത് പറയണത് ആരാ? ഇനി പ്രഹ്ലാദചരിതം എന്നുള്ള കഥ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നുള്ളത് ആരാ? വേഗം പറഞ്ഞാൽ ഞാൻ വേഗം നിർത്താം. നാരദ മഹർഷി. ആ നാരദനും വാസനയ്ക്ക് അടിമപ്പെട്ട ആളാണ്.
മുൻകൽപ്പത്തിൽ നാരദ മഹർഷി രണ്ട് പേരുടെ മുമ്പിലേ തൻ്റെ പൂർവജന്മ കഥ പറയണുള്ളൂ. ഒന്ന് ധർമ്മപുത്രരുടെ അടുത്ത്, രണ്ട് വ്യാസന്റെ മുമ്പിൽ. ബാക്കി ആരുടെ മുമ്പിലും പൂർവജന്മ കഥ പറയണില്ല. ഇവര് രണ്ടുപേരോടും പറഞ്ഞ ഗുണുണ്ടെന്നറിയാം. പറയേണ്ടവരുടെ പറയാവൂ. ഇപ്പൊ പൂർവജന്മത്തിൽ അദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു. പ്രജാപതിമാരുടെ സത്രത്തിൽ ഹരികഥാലാപത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ചെന്ന് അലങ്കോലപ്പെടുത്തി എന്നാണ്. അതുകൊണ്ട് എന്തുണ്ടായി? അവിടുത്തെ ഋഷീശ്വരന്മാര് ദാസീപുത്രനായിട്ട് ജനിക്കട്ടെ എന്നും പറഞ്ഞൊരു ശാപം കൊടുത്തു. ചെയ്ത തെറ്റിന് മലിനവാസനയോടുകൂടി ഒരു ദാസിപ്പെണ്ണിൽ ചെന്ന് ജനിച്ചു. പക്ഷെ എന്തുണ്ടായി? ആ ജന്മത്തിൽ ബാല്യകാലത്തിൽ ദാസിയുടെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്ന കാലഘട്ടത്ത് അമ്മ ജോലി ചെയ്ത ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തില് വന്ന സജ്ജനങ്ങളുമായിട്ട്, യോഗീശ്വരന്മാർ എന്നാ പറയുന്നത്, ആ യോഗീശ്വരന്മാരുമായിട്ടുള്ള സമ്പർക്കം മൂലം ആ ജന്മത്തിൽ എന്താ സാധിച്ചു? ദാസീപുത്രന് ബ്രഹ്മപുത്രനായിട്ട് മാറാനുള്ള പുണ്യം കൊടുത്തു. അപ്പോ മലിനവാസനയോടുകൂടി വന്ന് സദ്വാസനകളുടെ കൂടെ ഉള്ളവരോടുകൂടി കൂടിയപ്പോൾ എന്തുണ്ടായി? ആ മലിനവാസന ഇല്ലാതായി തീർന്ന് നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ പുത്രനായി ശ്രീനാരദൻ എന്നുള്ള പേരിൽ മഹതി എന്നുള്ള വീണയും ചൊല്ലിച്ച് ഭഗവാന്റെ നാമവും ചൊല്ലി എവിടെയും ഇപ്പോൾ അദ്ദേഹം സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോ സത്സംഗത്തിന് മലിനവാസനയെ ശുദ്ധീകരിക്കാനുള്ള കഴിവിന്റെ ദൃഷ്ടാന്തം കഥ പറയണ നാരദനാണ്. പറയണ ആൾക്കിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയേണ്ട ആവശ്യം? അപ്പൊ സ്വാനുഭവ കഥകളാണ് ഭാഗവതത്തിലുള്ളത്. അല്ലാതെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന, കേട്ടാൽ ഉള്ളിലേക്ക് കടക്കാത്തതല്ല, കേട്ടാൽ ഉള്ളിലേക്ക് കടന്ന് നമ്മളെ വരെ പരിശുദ്ധീകരിക്കാനുള്ള അനുഭവങ്ങളുടെ വാക്കുകളാണ്. ഈ അനുഭവം നിറഞ്ഞ വാക്കുകളാണല്ലോ നമ്മളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചതല്ലേ? അല്ലേ? അപ്പോ അതാണ് വേണ്ടത്. സത്സംഗത്തിന്റെ മഹത്വം അതാണ് എന്നാണ്. അപ്പൊ നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അതുണ്ടാകണം, അതുണ്ടാകട്ടെ എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ശ്രീനാരദ മഹർഷി ധർമ്മപുത്ര മഹാരാജാവിന് പറഞ്ഞുകൊടുത്ത പ്രഹ്ലാദചരിതം പരീക്ഷത്തിന്റെ സംശയം തീരാനെന്നോണം ശേഷോ ബ്രഹ്മർഷി ഉദാഹരിച്ചും കൊണ്ട് പറഞ്ഞു എന്നാണ്.